ശരി സൂര്യ, ഒരു മാസത്തോടടുക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിൽ അവർ സമരമാർഗങ്ങൾ സമരരീതികൾ ഉയർത്താൻ ഒരുങ്ങുകയാണ്. 13-ാം തീയതി ആറ്റുകാൽ പൊങ്കാല ദിവസത്തിൽ ആ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇപ്പോൾ അവർ സമരം ചെയ്യുന്ന അതേ ഭാഗത്തിരുന്ന് അവർ പൊങ്കാലയിട്ട അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാക്കുമെന്നുകൂടി അവർ വ്യക്തമാക്കുന്നു. ഒപ്പം മാർച്ച് 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം വരെ അവർ സ്വീകരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് അവർ കടന്നിരിക്കുന്നു. കാരണം ഇപ്പോഴും സംസ്ഥാന സർക്കാർ തങ്ങളുടെ വാഗ്ദാനങ്ങളിൽ ഒന്നായ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കലും വിരമിക്കൽ ആനുകൂല്യവും എല്ലാം ഇപ്പോഴും അവർ കണക്കാക്കിയിട്ടില്ല. ഇപ്പോഴും അതിനൊരു നടപടി അവർ സ്വീകരിച്ചിട്ടില്ല. ഇത്രത്തോളം സമരം ഇങ്ങനെ മുറുകി നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും സംസ്ഥാന സർക്കാർ മോശം സമീപനമാണ് ആശാ വർക്കർമാരോട് കാണിക്കുന്നത് എന്നുകൂടി അവർ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കേന്ദ്രത്തിനെതിരെയും സംസ്ഥാനത്തിനെതിരെയുമുള്ള രണ്ട് സമരമാർഗങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമരം തന്നെയാണ് കേന്ദ്രത്തിന് അത് പ്രത്യേകമായി അവരെ അറിയിക്കുന്ന രീതിയിലേക്കും അവർ കടക്കും. ഇപ്പോൾ ചെയ്തിരിക്കുന്ന സമരം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ അവരുടെ വാഗ്ദാനമായി നൽകിയ പല നിർദ്ദേശങ്ങളിലും അവർ സ്വീകരിക്കാത്ത നിലപാടുകൾക്കെതിരെയാണ് ഇപ്പോൾ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. ആശാവർക്കർമാരുടെ സമരം പാർലമെന്റിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള MP-മാർ വേതനം 21,000 രൂപയാക്കി നിജപ്പെടുത്തണമെന്ന് KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. രാജ്യത്തെ ആശാവർക്കർമാർ നേരിടുന്ന പ്രതിസന്ധി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖാ ശർമ്മ രാജ്യസഭയിലും ഉന്നയിച്ചു. വേതന വർധനവടക്കം ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ നടത്തുന്ന സമരം 29-ാം ദിവസം പിന്നിടുന്ന ഘട്ടത്തിലാണ് വിഷയം പാർലമെന്റിലേക്ക് എത്തുന്നത്. കോൺഗ്രസ് MP-മാരാണ് വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചത്. ആശാവർക്കർമാരുടെ വേതനം 21,000 രൂപയായി നിജപ്പെടുത്തണമെന്നും വിരമിക്കൽ ആനുകൂല്യം നൽകണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം പഴിചാരുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. That remuneration also not getting regularly. Now they are agitating into the secretariat. State government is blaming totally them. State government is totally blaming them. They are criticizing the agitations. They are criticizing the old people. Central government is blaming state government. State is blaming center. Center is blaming state. There should be a remuneration, retiring allowance for ASHA workers. There should be a uniform remuneration of 21,000 per month for ASHA workers. വിഷയത്തിൽ കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. സംസ്ഥാന സർക്കാരുമായി ചേർന്ന കേന്ദ്ര സർക്കാർ പ്രശ്നം പരിഹരിക്കണമെന്ന് ശശി തരൂർ MP ആവശ്യപ്പെട്ടു. Their ongoing protests highlight the systemic undervaluation of community health workers in India and in particular in Kerala. Is it because they are women, Madam Chair, that their labour is taken for granted and not valued? I therefore urge the Minister to take immediate action in coordination with state governments to address the concerns of ASHA workers. മലയാളത്തിൽ വിഷയമുന്നയിച്ച VK ശ്രീകണ്ഠൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തി. ആശാവർക്കർമാർ നേരിടുന്ന പ്രതിസന്ധി വനിതാ കമ്മീഷൻ മുൻ അധ്യക്ഷ രേഖാ ശർമ്മ രാജ്യസഭയിലും ഉന്നയിച്ചു. രാജ്യത്തെ ആശാവർക്കർമാർക്ക് കുറഞ്ഞ വേതനവും തൊഴിലരക്ഷിതത്വവും നേരിടുന്നതായി രേഖാ ശർമ്മ പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും രേഖാ ശർമ്മ ആവശ്യപ്പെട്ടു. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം വാർത്താ ദിനത്തിലേക്ക് തിരിച്ചെത്താം. കേരള വിഷൻ ന്യൂസിന്റെ തത്സമയ വാർത്തകൾ നിങ്ങൾക്ക് ഇതോടൊപ്പം ഞങ്ങളുടെ YouTube അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിലും തത്സമയം കാണാം. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്?